ജോസേട്ടനും കുഞ്ഞേച്ചിയും പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു. രണ്ടുപേരും ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് എന്ന നിലകളിലെത്തി. അങ്ങനെ നിസ്തുലമായ സേവനമനുഷ്ഠിച്ച് അവിടെ നിന്ന് വിരമിക്കാനായിട്ട് ദൈവം ഇടവരുത്തി. ജോസേട്ടൻ സ്നേഹമയ്യായ ഒരു പിതാവ്, നല്ലൊരു അധ്യാപകൻ, പ്രാസംഗികൻ, അധ്യാപക സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും സജീവ പ്രവർത്തകൻ, ഇടവകയിലെ തീഷ്ണതയേറിയ വിശ്വാസി, കൈക്കാരൻ, പാസ്റ്റൽ കൗൺസിൽ അംഗം, കഴിവുറ്റ ഹെഡ്മാസ്റ്റർ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, എഴുത്തുകാരൻ. ഡോക്ടർ അബ്ദുൽ കലാമിൽ നിന്ന് മികച്ച സേവനത്തിനുള്ള അധ്യാപക അവാർഡ് വാങ്ങാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. കുഞ്ഞേച്ചിയെക്കുറിച്ചും വലിയ അഭിമാനത്തോടെയാണ് ഓർമ്മിക്കുന്നത്. പരോന്മുഖമായ സ്നേഹത്തിൻ്റെയും ത്യാഗപൂർണമായ സമർപ്പണത്തിൻ്റെയും ആൾ രൂപമായ കുഞ്ഞേച്ചി. വീട്ടിലായിരിക്കുമ്പോൾ തന്നെ ഇളയ സഹോദരങ്ങൾക്കെല്ലാം ഒരമ്മയുടെ കരുതലും സ്നേഹവും ത്യാഗപൂർണമായ സഹായങ്ങളും നൽകിയിരുന്ന ചേച്ചി. മാതാപിതാക്കളുടെ ഇഷ്ടപുത്രി, സഹോദരങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചി. കുഞ്ഞേച്ചി എന്നും നല്ലൊരു വിദ്യാർത്ഥിയും അധ്യാപികയുമാണ്. കഴിവുറ്റ ത്യാഗസമ്പന്നയായ അധ്യാപികയായിരുന്ന കുഞ്ഞേച്ചി പ്രധാന അധ്യാപിക എന്ന നിലയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് അധ്യാപകന്റെ രംഗത്ത് നിന്ന് വിരമിച്ചത്. കുഞ്ഞേച്ചി ഇന്ന് ഇടവകയിലെ സംഘടനകളിലെല്ലാം സജീവ പ്രവർത്തകയാണ്. അനുമോദനങ്ങളും ദൈവത്തിന് മഹത്വവും ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. 1976 ഫെബ്രുവരി 1-ാം തീയതിയാണ് എൻ്റെ കല്യാണം നടന്നത്. ഞങ്ങളുടെ ദാമ്പത്യത്തെ ഊട്ടിയുറപ്പിച്ച ഒരു സംഭവം വിവാഹ ദിവസം തന്നെ നടന്നു. കല്യാണത്തിൻ്റെ അവസരമായപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. എൻ്റെ ക്ലാസ്സിലൊരു കൊച്ചിനുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പാണ് ലീവ് എടുക്കണുള്ളൂ. അതുവരെ ആയിരുന്നു. അപ്പോഴാണ് ഈ ചിക്കൻ ബോക്സ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് സംശയമായി. വീട്ടിലെല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്ന ഒരവസരമായതുകൊണ്ട് അപ്പച്ചനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എല്ലാം ക്ഷണവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഒരു അറിവില്ല. വീട്ടിൽ പറഞ്ഞാൽ അവർക്ക് ഇത് മാറ്റി വയ്ക്കേണ്ടി വരും. മാറ്റി വെച്ചാൽ ഉണ്ടാവുന്ന വിഷമതയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം പല വഴികളും ഞാൻ ആലോചിച്ചു. അതൊക്കെ പോയാൽ മറ്റുള്ളവർ അറിയുമെന്ന് മനസ്സിലായി. അവസാനം ആരോടും പറയണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പോയി എന്നാണ് ആ തീരുമാനം എടുക്കുന്നത്. അപ്പം അത് എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു എനിക്കും അറിയില്ല. ഞാൻ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കും കണ്ണാടിയിൽ. ഒരു പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എപ്പോഴും ഞാൻ മനസ്സിൽ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കും. എനിക്ക് ഒന്നുമില്ല, അങ്ങനെ വരുത്തില്ല. എന്തോ ഇതിപ്പോൾ എന്തുകൊണ്ട് വന്നു നമുക്കറിയില്ല. എനിക്ക് തലേ ദിവസം വരെ ശകലം പനിയോ അസ്വസ്ഥതയോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞാൻ ആദ്യം പോയി കണ്ണാടിയിൽ നോക്കി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കഴുത്തിൽ ഒരെണ്ണം ഉണ്ടായിരിക്കുന്നു. അതൊരടയാളം പുറത്ത് കാണാനായിട്ട് ഉണ്ടായത്. അകത്ത് വേറെ ഒന്നുമില്ല. അകത്ത് ആ കാലമുണ്ടായ ഒരെണ്ണം അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരെണ്ണം ഇവിടെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചോ ദൈവമേ നന്നായി, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പനിക്കണമൊന്നുമില്ല. കെട്ടിൻ്റെ സമയത്ത് താലി കെട്ടാൻ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് കണ്ടു. വിവാഹിതനാകാനായിട്ട് താലിച്ചരടുമായി അവളെ സമീപിച്ചപ്പോൾ അവളുടെ കഴുത്തിൽ ഒരു ചെറിയ കുമിള, ചിക്കൻ ബോക്സാണ്. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു ഞാൻ. എനിക്ക് നിശ്ചയമായിട്ടും അറിയാമായിരുന്നു ഇത് തന്നെയാണെന്ന്. എങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, എനിക്ക് സംശയമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വിവരം ഇങ്ങനെ സംസാരിക്കണ കണ്ടതോടുകൂടി ആരൊക്കെ അത് കേട്ടു. വേഗം എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ടീച്ചറിന് എങ്ങനെയാണല്ലോ, എന്ത് ആരും അറിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യൻ പോലും അറിയാത്തൊരു സംഭവം അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ചിക്കൻ ബോക്സിൻ്റെ ഒരു ദിവസമാണ് ഞാൻ അവളെ വിവാഹം ചെയ്തത്. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കെട്ടും എല്ലാം കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയാണല്ലോ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ്
അന്ന് ഇവിടേക്ക് കുടി ഇങ്ങോട്ട് തിരിച്ച് വരുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതായത് വീട്ടിൽ ഇപ്പോൾ കല്യാണത്തിന് ആൾക്കാർ വന്നാലും തിരിച്ച് അവരുടെ കൂടെ ഞാനും ഇവിടേക്ക് വരണം എന്നായിരുന്നു. വൈകുന്നേരം ഇവിടെ സാറിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എക്സ്ട്രാ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, അതിനോട് പോരണ്ട, ഇവരുടെ കൂടെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാനും ഇവിടെ വന്നു, ഭക്ഷണത്തിന് ഇരുന്നു. പക്ഷേ ഇന്ന സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടുന്ന് പോയി. വളരെ സുഖമായി ഞാൻ കിടന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെ കല്യാണത്തിന് വന്ന എല്ലാവരും തന്നെ പോയി. പിന്നെ ആരും അവിടെ നിന്നില്ല. അതായത് ഭക്ഷണമൊക്കെ കഴിച്ചു, അപ്പോഴേക്കൊക്കെ അങ്ങനെ പിന്നെ അറിഞ്ഞു തുടങ്ങി. പിന്നെ ആരും രാത്രി അവിടെ ഉണ്ടായില്ല. അങ്ങനെ പിന്നെ വരില്ല എന്ന് പറഞ്ഞ് ഇവര് കുറച്ച് കഴിഞ്ഞ് ഒരു പാതിരാത്രിയായപ്പോൾ ഞാൻ വന്ന് കിടന്നു കട്ടിലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന് ഒരു ഉറക്കം പിടിച്ചു. ഞാൻ കിടന്നറിയാതെ ഉറങ്ങിയിട്ട് ആ ഉറക്കത്തിൽ എനിക്ക് പനി. പാതിരാത്രി കഴിഞ്ഞപ്പോഴുണ്ട് ഒരു കാറ് നിറച്ച ആൾക്കാർ വന്നു. അതിൻ്റെ കൂടെ മണവാളനെയും കൊണ്ടുവന്നേക്കാണ്. ഇന്ന് മണവാളൻ അവിടെ കിടക്കാൻ പാടില്ല, ഇവിടെ കിടക്കണം. അങ്ങനെ വന്നു. അകത്തേക്ക് ഒരു വലിയ പൂവൊക്കെ ആയിട്ട് വന്നു. ഞാൻ ആ പൂ എടുത്ത് തിരിച്ച വഴി ആ പൂവിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ആശകൾ ഒഴിയുന്ന ഒരു സമയമാണല്ലോ. ഞാനിങ്ങനെ ചിക്കൻ ബോക്സിലാണല്ലോ. അപ്പം എനിക്ക് പനിയാണ്. വരുന്ന സമയത്ത് എനിക്ക് പനിയായി. ഞാൻ ഒരുറക്കം കഴിഞ്ഞു, പനി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഫുള്ളങ്ങ് പൊങ്ങിയിട്ട് ശരിക്ക് അവിടെ ദൈവത്തിൻ്റെ ആ പ്രത്യേക സാന്നിധ്യം ഞാൻ കണ്ടു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, എന്നെ താലികെട്ട് എന്തായാലും നടക്കണം, അതല്ലെങ്കിൽ പിന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒത്തിരി ചിന്തിച്ച ആളാണ് ഞാൻ. അത് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ചിന്തിച്ചിട്ട് എനിക്കൊരു നിശ്ചയം കിട്ടിയില്ല. അവസാനം ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു, എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, സാറിന് ഒരാഴ്ചത്തെ ലീവ് കിട്ടുമായിരുന്നു അന്ന്. എനിക്ക് ഇങ്ങനെയാണെന്ന് അറിഞ്ഞാൽ സാറിന് ഒരാഴ്ച ലീവാണ്. അത് എനിക്ക് ഏറ്റവും ഗുണം ചെയ്തു. പിന്നീടുള്ള ശുശ്രൂഷയും ഞാൻ തന്നെ ഏറ്റെടുത്തു. കാരണം എനിക്ക് മുമ്പ് ചിക്കൻ ബോക്സ് വന്നതായിരുന്നു. ആ വീട്ടിൽ ആർക്കും വന്നിട്ടുമില്ല. അമ്മ വാതിക്ക് വരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. മുറിയിലേക്ക് അമ്മ കയറാറില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് മുറിയിൽ. അപ്പോൾ ഒരാഴ്ച സാറിന് ലീവായിരുന്നു. ലീവല്ല, ഈ സർക്കാരിൻ്റെ പ്രത്യേക അനുവാദം. ഇപ്പം അതൊക്കെ എടുത്തു കളഞ്ഞു കേട്ടോ, ഇപ്പം ഇല്ല. അപ്പം അങ്ങനെ ആ ഒരു പ്രത്യേക ഇതിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഒരാളായിട്ട്, നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആശങ്കകൾ, എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള ഒരു പരിചയപ്പെടലോ ഒന്നുമില്ല. നമ്മളൊന്നും അറിയാത്തവരായിട്ട് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഞാനും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ സാറുമായിട്ട് കൂടുതൽ ഒരു അടുപ്പം പെട്ടെന്ന് ഉണ്ടാവാൻ ഇത് നിമിത്തമായിരുന്നു എന്നെ സംബന്ധിച്ച്, എൻ്റെ ജീവിതത്തിൽ. അത് പിന്നീടാണ് മനസ്സിലാവുന്നത്. ആ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയ ജെസ്സി അവളുടെ ഹൃദയത്തിൽ എൻ്റെ ചിത്രം പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. മറിച്ചു. അതാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാന്തിക ശക്തി. ഇത് ആദ്യം തുടങ്ങി. ഇപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുത്തി. അപ്പം എന്നെ ഒന്ന് ഒരുക്കാനായി മാത്രമായിരുന്നു സത്യത്തിൽ അത് വന്നത്. അതിൽ ഞാൻ പിടിച്ചു നിന്നു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ ദൈവത്തിലാണ് ആശ്രയിച്ചത്, വേറെ ആരോടും പറഞ്ഞുമില്ല. അങ്ങനെ ഞങ്ങൾ ദാമ്പത്യത്തിൻ്റെ 50 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കല്യാണത്തിന് 1 വർഷം മുമ്പ് മുതൽ പെണ്ണന്വേഷിക്കുക എന്ന കർമ്മം തുടങ്ങി വെച്ചു. പുതിയടം എസ് UP സ്കൂളിലെ അധ്യാപികയായ UJ ജസീന്ത എന്ന അധ്യാപികയാണ് ഞാൻ അവസാനമായി എൻ്റെ വധുവായി തിരഞ്ഞെടുത്തത്.
സാറ് ഒരു ദിവസം സ്കൂളിലേക്കാണ് വന്നത്. എനിക്കറിയില്ല, കാരണം എന്നെ ഓഫീസ് റൂമിലേക്ക് HM വിളിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ 2-3 പേര് ഇരിക്കണ്ട, നമ്മൾ അവരെയൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മൾ എന്തിനാ എന്തോ ചോദിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ബുക്ക് തരണം എന്ന് പറഞ്ഞു, അതെടുത്തുകൊണ്ടൊന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. പിന്നീട് അറിഞ്ഞത് കാണാൻ വന്നതായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് അങ്ങനെ കാണൽ കഴിഞ്ഞല്ലോ. പിന്നീട് വീട്ടിലേക്ക് വന്ന് പിന്നെ അങ്ങനെ നടപടിക്രമങ്ങൾ പോലെ യഥാക്രമം ഇങ്ങനെ കുറച്ച് നാൾ നടന്നു. അങ്ങനെ ഒരു വരവ് കഴിഞ്ഞിട്ട് പിന്നെ 2ാം വരവിൽ, പിന്നത്തെ വരവിലാണ് കല്യാണം നടന്നത്. ഇതിന് മുമ്പ് ഒരു നിമിത്തമെന്നോണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് ജസീന്ത. കാരണം ഡോക്ടർ ആൻ്റണി പുതുശ്ശേരിയുടെ ജൂബിലിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഒരു സോവനിയറിൽ ഞാനൊരു കഥ എഴുതിയിരുന്നു. ആ കഥയുടെ ആദ്യ വരികൾ ഞാൻ സൂചിപ്പിക്കാം. തട്ടിത്തടഞ്ഞൊഴുകുന്ന നിമിനകളും പൊട്ടിച്ചിരിക്കുന്ന നിർജ്ജരികളും കൂടി ചേർന്നപ്പോൾ അവൾ ഉന്മാദകിയായി. കാട്ടുമരങ്ങളുടെ വേടിലൂടെ ഊർന്നിറങ്ങിയപ്പോൾ അവൾ ക്രുദ്ധയായിരുന്നു. സമതലങ്ങളിൽ അവൾ ശാന്തയായിരുന്നു, എന്നാൽ നിമ്നോന്നതങ്ങളിൽ അവൾ ക്രുദ്ധയായിരുന്നു. ആ പുഴ പിന്നെയും ഒഴുകി. ഞാനൊരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ നായക വേഷത്തിൽ ജെസ്സി എന്ന കഥാപാത്രത്തെ കാണുകയും ഞങ്ങൾ പ്രണയബദ്ധരാകുകയും ചെയ്തു. കടൽ നദിയെ വാരിപ്പുണർന്നു, തിരകൾ തീരങ്ങളെയും. ഇത് ഞാൻ എഴുതിയ കഥയിലെ കഥാപാത്രമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. എൻ്റെ ജീവിത നായികയായി ജെസ്സി കടന്നു വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖ അവസരങ്ങളിൽ എനിക്ക് താങ്ങായും തണലായും നിന്നിരുന്നത് ജെസ്സി ആയിരുന്നു. ആ തണലേറ്റാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ ദാമ്പത്യത്തിൽ 3 പുഷ്പങ്ങളെ വിരിയിച്ച് സർവശക്തൻ എന്നെ വരമേൽപ്പിച്ചു. എന്നാൽ ആദ്യത്തെ പുഷ്പത്തെ തന്നെ സർവശക്തൻ എറുത്തെടുത്തു. ഇത് എൻ്റേതാണ്, നിന്നെ കാവൽക്കാരനായി ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാലം പിന്നെയും മുന്നോട്ട് പോയി. ദാമ്പത്യത്തിൻ്റെ 50ാം വർഷം ഈ വർഷമാണ്. എൻ്റെ ജീവിതത്തിൽ പരസ്പരം ഊന്നോടിയായി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുകയും ഇന്നത്തെ ജീവിത സാഹചര്യത്തിലെത്തുകയും ചെയ്തു. എൻ്റെ കുടുംബത്തിന് വേണ്ടി വളരെയധികം സഹിച്ച, അധ്വാനിച്ച ആളാണ് എൻ്റെ ഭാര്യ. ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥയിൽ ദൈവത്തിന് ഏറെ നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ഞങ്ങളുടെ. അതൊരു സന്തോഷത്തോടെ ഇരുന്ന് നന്ദി പറയാൻ ഇപ്പോഴും നേരമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. എങ്കിലും ഞാൻ പള്ളിപ്പോക്ക് നിവർത്തിയുള്ളിടത്തോളം മുടക്കാറില്ല. അതെങ്കിലും ഇപ്പോഴും തുടർന്നു പോണു. സർവശക്തൻ്റെ അനന്തമായ കൃപയാണ് ദാമ്പത്യത്തിൻ്റെ 50 വർഷം അത് ആഘോഷിക്കാൻ സാധിച്ചത്. ഈശ്വരൻ ഞങ്ങളിൽ ചൊരിഞ്ഞ അനന്തമായ കൃപ തന്നെയാണ്. ആ കരുണയുടെ മുമ്പിൽ ഞങ്ങളുടെ വന്ദനം. പ്രിയപ്പെട്ട ജോസേട്ട, കുഞ്ഞേച്ചി, വിവാഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഹൃദയം നിറയെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ ഞങ്ങൾ ആശംസിക്കുകയാണ്. ദാമ്പത്യത്തിന്റെ വിജയകരമായ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഞങ്ങളുടെ വല്യാട്ടനും ചേച്ചിക്കും എല്ലാവിധ മംഗളാശംസകളും. ഹാപ്പി ആനിവേഴ്സറി. വിവാഹത്തിന്റെ സുവർണ ജൂബിലി നിലനിൽക്കുന്ന അപ്പച്ചനും മമ്മിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും.
ഇതുപോലെ തന്നെയാണ് ജൂബിലി ആഘോഷിക്കുമ്പോൾ മൂത്ത മകൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അപ്പാപ്പൻ്റെയും അമ്മാമ്മമാരുടെയും കൂടെ മക്കളുടെ അപ്പച്ചൻ്റെയും അമ്മയുടെയും ജൂബിലി സ്വർഗത്തിൽ ഇരുന്ന് അവരാഘോഷിക്കുന്നു. സ്നേഹത്തോടു കൂടി രണ്ട് അനുജന്മാരും കൂടി എത്രയോ കാര്യമായിട്ടാണ് അപ്പച്ചൻ്റെയും അമ്മയുടെയും ജൂബിലി ആഘോഷിക്കുന്നത്. അവർ എത്ര ഔദാര്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവർ എല്ലാവരോടും പെരുമാറിയിരുന്നത്. ആ സ്നേഹവും കാരുണ്യവും ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥന നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. വിവാഹത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ച, മമ്മി, ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. എല്ലാവിധ ആശംസകളും. ഹാപ്പി ജൂബിലി അപ്പച്ച, മമ്മി. എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞേച്ചിയുടെ ചേട്ടൻ്റെ ജൂബിലിയുടെ ആശംസകൾ പറയാനായിട്ട്. ഇപ്പോൾ രണ്ടു പേർക്കും ജൂബിലിയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. പ്രാർത്ഥന പ്രത്യേകം ഓർത്തേക്കാം. യൂസിയുടെയും ജിസ്ന ചേച്ചിയുടെയും വിവാഹം നടന്നതിൻ്റെ 50-ാം വാർഷികമായിട്ട് ജൂബിലിയായിട്ട് ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അവർക്ക് ചേട്ടനും ചേച്ചിക്കും എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം ദൈവം കനിഞ്ഞരുളി നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ വിവാഹ ജൂബിലിയുടെ എല്ലാവിധമായ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വിവാഹത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന കുഞ്ഞേച്ചിക്കും ചേട്ടനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കാൻ അനുഗ്രഹിച്ച ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വിവാഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അങ്കിൾക്കും ആൻറ്റിക്കും എല്ലാവിധ ആശംസകളും അതോടൊപ്പം പ്രാർത്ഥനകളും ഈ കുടുംബത്തിന്റെ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. അപ്പം ഈ അവസരത്തിൽ അവരുടെ വിവാഹത്തിൻ്റെ 50-ാം വർഷമാണ് ഇവിടെ ഇപ്പം നമ്മൾ ഒരുമിച്ച് കൂടണത്. അപ്പോൾ ആ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. വിവാഹ ജീവിതത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന ജോസ്മാഷ്ക്കും ജസീന്ത ടീച്ചർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും നടത്തുന്നു. 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസ്മാഷ്ക്കും ജസീന്ത ടീച്ചർക്കും മാളിയേക്കൽ കുടുംബത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഇനിയും ദീർഘകാലം ജീവിച്ചിരിക്കാൻ വേണ്ട ദൈവാനുഗ്രഹം തമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന പ്രിയപ്പെട്ട ജോസേട്ടനും ചേച്ചിക്കും സുവർണ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ കർത്താവ് ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ, സലീം കോളച്ചൻ. വിവാഹ ജീവിതത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ വലിയേട്ടനും ചേച്ചിക്കും എല്ലാവിധ മംഗളാശംസകളും.